Yo guys, this is Milan. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറേ ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മ്യൂസിക് അല്ല പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അത് പ്ലേ ചെയ്യാൻ ഞാൻ നേരത്തെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സഫാരി ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ സോങ്സ് MP3 സോങ്സ് യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രോപ്പർ പ്ലെയർ ഇല്ല അത് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള. ഇപ്പോൾ കുറേ ആൾക്കാർ ഗ്രൂപ്പിലും മെസ്സേജ് ഒക്കെ ചോദിച്ചതാണ് ഇതിന് പറ്റിയൊരു പ്രോപ്പർ പ്ലെയർ ഏതാണുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ലൈബ്രറി ആയിട്ട് ആൽബമായിട്ട് സൂക്ഷിച്ച് ഒരു ഓർഡർ കൊണ്ടുവന്ന് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ച് പിന്നീട് ഓഫ്ലൈനായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ലൈബ്രറി അല്ലെങ്കിൽ മ്യൂസിക് ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് മെലോഡിസ്റ്റ എന്നാണ്. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഐക്ലൗഡ് ബൈപാസിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ഐക്ലൗഡ് ബൈപാസ് ചെയ്ത ഡിവൈസ് എന്ന് പറയുന്നത് ഈ ഒരു iPhone 5s ആണ്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഇതിനകത്ത് സിം ഇട്ടിട്ട് വർക്ക് ആകുന്നതിൻ്റെ കാര്യം എങ്ങനെയാണ്, അതേപോലെ തന്നെ ആപ്പിൾ ID ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്കൊരു ക്വിക്ക് ഇൻഫർമേഷന് വേണ്ടിയാണ് ഇതാണ് നമ്മുടെ iPhone 5s. ഞാൻ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഐക്ലൗഡ് മാത്രമേ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഓൺ ആപ്പിൾ ID സൈൻ ചെയ്യാം. മറ്റൊരു സെക്കൻഡറി ഡിവൈസ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണെങ്കിൽ, കാരണം എൻ്റെ ഈ ഒരു iPhone 10s ഇതാണ് എൻ്റെ പ്രൈമറി ഡിവൈസ്, ഇതിലാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പം ജെയിൽ ബ്രേക്ക് ചെയ്ത iPhone ആണെങ്കിൽ അല്ലെങ്കിൽ ഐക്ലൗഡ് ബൈപാസ് ചെയ്ത iPhone ആണെങ്കിലും എനിക്ക് ഇതിനകത്ത് ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാം. ഞാൻ ഇന്നലെ തന്നെ ആ ഒരു വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗ്രൂപ്പിലൊക്കെ ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാട്സാപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇതിനകത്ത് എൻ്റെ വാട്സാപ്പ് ഉണ്ട്, നിങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ, ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ആകെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സിം ഇടുമ്പോൾ ഞാൻ സിം ഇട്ട് നോക്കിയായിരുന്നു. ആ ഒരു സിം എൻ്റെ പ്രൈമറി സിം ഞാൻ ഇതിനകത്താണ് തിരിച്ചിട്ടു. പക്ഷേ ഞാൻ ആ ഒരു സിം തന്നെ ഇതിനകത്ത് ഇട്ടായിരുന്നു 5Sനകത്ത്. ഇതിൽ LTE ആക്ച്വലി 4G ഇതിനകത്ത് സപ്പോർട്ടഡ് അല്ല, പക്ഷേ എനിക്ക് 3G LTE ബാൻഡുകൾ കാണിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. മൊബൈൽ ഡേറ്റ ജസ്റ്റ് എനേബിൾ ചെയ്ത് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നെറ്റൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പം ഇനി മുന്നോട്ട് പോകുമ്പം അതിനുള്ള ഫിക്സ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐക്ലൗഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ മെഡലിസ്റ്റ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് റിവോക്ക് ആകുമെന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെബ്സൈറ്റുകളുണ്ട്. നമുക്കറിയാം പാൻഡ, ഹെൽപ്പർ, അതേപോലെ തന്നെ ആപ്പ് വാലി, ഇതിനകത്തൊന്നും ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ട് റിവോക്ക് ആകത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങളെ നമുക്ക് ഒരു സഫാരി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സഫാരി ഉപയോഗിച്ച് നമുക്ക് ഒരു മ്യൂസിക് അല്ലെങ്കിൽ MP3 സോങ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും നല്ല വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റാണ്, ytmp3.cc എന്ന് പറഞ്ഞൊരു ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂട്യൂബിൽ കയറി ഒരു പാട്ടിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഞാൻ മെറൂൺ 5ൻ്റെ മെമ്മറീസ് എന്ന് പറഞ്ഞൊരു പാട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ URL നമുക്ക് അങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സഫാരിക്കകത്ത് പോയി ആ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ URL പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ MP3 ഞാൻ സെലക്റ്റഡ് ആണ്. നിങ്ങൾ കൺവേർട്ട് കൊടുക്കുക. കൺവേർട്ട് കൊടുത്തു കഴിയുമ്പം ആ ഒരു MP3 ഓൺലൈനായിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ കൺവേർട്ടഡ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, കാരണം നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഈ ഒരു സഫാരിക്കകത്ത് നമുക്ക് ഇൻബിൽറ്റ് ഡൗൺലോഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മെയിലിൽ ഡൗൺലോഡ് മാനേജർ വരും. അവിടെ നമുക്ക് ഡൗൺലോഡ് ആണെന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MP3 നമുക്ക് ഡൗൺലോഡായി. ഇനി നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള മ്യൂസിക് പ്ലെയർ വേണം. എന്തിലേ ഉള്ളൂ ഇതിനൊരു ഓർഡർ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ചിട്ടയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് നേരെ പോകുന്നത് ഇത് ഫയൽസിനകത്താണ് പോകുന്നത്, ഫയൽസ് ആപ്ലിക്കേഷനകത്താണ്. നമുക്കറിയാം നമ്മുടെ ആപ്പിളിൻ്റെ ഓൺ ഫയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്താണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ മെലോഡിസ്റ്റ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു മാഗ്നിഫയർ ഗ്ലാസിൻ്റെ ആ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് നമ്മുടെ ഫയൽ ആപ്ലിക്കേഷനകത്തോട്ട് പോകും. അപ്പോൾ ഇവിടെ കുറച്ചധികം ഞാൻ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ മൂവ്
അല്ലെങ്കിൽ ടാഗ് ഇൻഫോ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഏറ്റവും അവസാനം നോക്കുവാണെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ ഷെയർ ഷീറ്റ് ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് മോർ സെലക്ട് ചെയ്യുക. മോർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ മെലോഡിസ്റ്റ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ഇൻ മെലോഡിസ്റ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ആഡ് സപ്പോർട്ടറാണ്, കാര്യമാക്കേണ്ട. ഒരു 5 സെക്കൻഡ് ആഡാണ് ഇത്. നമ്മൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ ആഡൊന്നും വരത്തില്ല. അതുകൊണ്ട് നെറ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആഡിൻ്റെ ഇഷ്യൂ വരുന്നത് ഇടയ്ക്കൊക്കെ. അപ്പം ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓപ്പൺ വിത്ത് കൊടുക്കുമ്പം ചിലപ്പം ചില സമയത്ത് ഇത് വർക്കായെന്ന് വരത്തില്ല. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലൗഡിൻ്റെ ഐക്കൺ കാണാൻ പറ്റും മേളിൽ, ക്ലൗഡിൻ്റെ ഐക്കൺ. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മാർഗത്തിലൂടെ നമുക്ക് പാട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ഓപ്ഷൻസ് വരും. അതിനകത്ത് ഫയൽ ആപ്സ്, ഡ്രോപ്പ് ബോക്സ്, ഗൂഗിൾ ഡ്രൈവ്, ക്യാമറ റോള്, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫയൽസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഫയൽസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് റീസെൻ്റ് എന്ന ടാബിനകത്ത് നമ്മൾ കുറച്ച് മുമ്പേ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സംഭവങ്ങൾ വരും. അപ്പോൾ ഇതിനകത്ത് ഞാൻ മെറൂൺ 5ൻ്റെ അത് ക്ലിക്ക് ചെയ്തു. അത് സ്ട്രേറ്റ് ഇതിനകത്ത് ഒരു ആളായി. ഈ ഒരു ആപ്ലിക്കേഷൻ മെലോഡിസ്റ്റ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഏകദേശം ഒരു സെയിം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ജെയിൽ ബ്രേക്ക് ചെയ്ത iPhone 5S ഞാൻ എൻ്റെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ എല്ലാം ഇതെൻ്റെ എൻ്റയർ മ്യൂസിക് ലൈബ്രറി ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ എൻ്റെ iPhone 10s കേൾക്കുന്ന അതേ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെയും കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത്, അതായത് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷനകത്ത് നോക്കി അറിയാം ഏകദേശം ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും വന്നേക്കുന്നത്. ഇതിപ്പം ഡാർക്ക് തീം മോഡ് സപ്പോർട്ടഡ് അല്ല, കാരണം iPhone 5s എന്ന് പറയുന്നത് iOS 12 റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഡാർക്ക് തീം മോഡ് ഇല്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഇതിനകത്ത് കാണിക്കാം. നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കിത് കണ്ടോ, എക്സാക്ട് സെയിം ലേഔട്ടും UI ഡിസൈനുമാണ് ഈ പറഞ്ഞ മെലോഡിസ്റ്റ ആപ്ലിക്കേഷനും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെയും കിട്ടും. ഈ ലൈബ്രറിയൊക്കെ നമുക്ക് നോക്കി അറിയാം ഏകദേശം സെയിം ഡിസൈനാണ്. ഇതാണ് മെലോഡിസ്റ്റ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് 2 ഓപ്ഷൻസ് വന്നു, ഒന്ന് ലൈബ്രറിയും ഒന്ന് പ്ലേലിസ്റ്റും. അപ്പം ഈ ലൈബ്രറിക്കകത്താണ് നമ്മൾ കോപ്പി ചെയ്യുന്നതും അല്ലെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ മ്യൂസിക് എല്ലാം വരുന്നത്. ഈ പ്ലേലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊരു പാട്ടെല്ലാം അല്ലെങ്കിൽ മ്യൂസിക്സ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ആർട്ട് സപ്പോർട്ടാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ആൽബം ആർട്ട് വന്നിട്ടില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ് കയറുന്നെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ആൽബം ആർട്ടുണ്ട്. ഈ ഒരു പ്ലേ ചെയ്യുന്ന സമയത്ത് വരുന്ന സംഭവമാണ് ആൽബം ആർട്ട് എന്ന് പറയുന്നത്. അതുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആൽബം ആർട്ടില്ല. പക്ഷേ ഇതിനകത്തൊരു ബിഗ്ഗസ്റ്റ് ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഇവിടുന്ന് പാട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എഡിറ്റ് ടൈറ്റിൽ ആൻഡ് കവർ ആർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ള ആർട്ട് കവർ, ഇപ്പം നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഒറിജിനൽ ഇതിൻ്റെ ആൽബം കവർ കിട്ടുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിപ്പം നമ്മുടെ റീസെൻറ്റ് ടാബ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റിനകത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ, ഇത് ഞാൻ ഇന്നലെ എടുത്ത ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ക്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക, ചൂസ് കൊടുക്കുക. ചൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പേര് വേണമെങ്കിൽ മാറ്റാം നമുക്ക് ഇഷ്ടം അനുസരിച്ച്. സേവ് കൊടുക്കും. ഇത് സേവ് ആയി ചേഞ്ചസ് എല്ലാം. ഇനി നമ്മളൊന്നും കൂടെ പ്ലേ ചെയ്യുവാണെങ്കിൽ ഇപ്പം കണ്ടോ പാട്ട് വരുന്നത് ഇപ്പം നമുക്കിഷ്ടമുള്ള ആർട്ട് കവർ അല്ലെ ആൽബം ആർട്ട് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, ഷവർ സോങ്, പ്ലേ ബാക്ക് സോങ്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഇപ്പം നമ്മൾ ഉറങ്ങി പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇത് പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സ്ലീപ്പ് ടൈമറൊക്കെ ഓപ്ഷൻ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടൈം സെറ്റ് ചെയ്ത് നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം. ഇപ്പോൾ കണ്ടോ 10 മിനിറ്റ്, 1 മണിക്കൂർ, 15 മിനിറ്റ്, 45 മിനിറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പാട്ടെല്ലാം ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ആപ്ലിക്കേഷൻ പാട്ട് പ്ലേ ചെയ്യുന്നത് നിർത്തിക്കോളും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒക്കെ നല്ലതാണ്, അടിപൊളി ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടണും നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മിലാൻ. Catch you guys in the next video. Till then, peace out.